ജിയോ പണിമുടക്കിയോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ പ്രശ്നങ്ങൾ നേരിടുന്നു. കേരളത്തിലെ റിലയൻസ് ജിയോ ഉപഭോക്താക്കൾ വ്യാപകമായ നെറ്റ്വർക്ക് തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനെറ്റ് കണക്ടിവിറ്റി, മൊബൈൽ സിഗ്നലുകൾ, ജിയോ ഫൈബർ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ആയിരക്കണക്കിന് പരാതികളുണ്ട്. ജൂൺ 16-ന് ഉച്ചകഴിഞ്ഞാണ് തടസ്സം ആരംഭിച്ചതെന്ന് തോന്നുന്നു. അതിനുശേഷം ബാധിച്ച ഉപഭോക്താക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു. ഡൗൺ ഡിറ്റക്ടറിൽ നിന്നും ഡാറ്റ പ്രകാരം ഉച്ചയ്ക്ക് 1:30 പ്രശ്നത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഏകദേശം 200 ഉപഭോക്താക്കൾ ജിയോ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് 2:17 ആയപ്പോഴേക്കും ആ സംഖ്യ 12,000-ലധികമായി ഉയർന്നിരുന്നു. മിക്ക പരാതികളും ഇന്റർനെറ്റ് തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 56% ഉപഭോക്താക്കളും മൊബൈൽ ഡാറ്റയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നു. അതേസമയം 29% പേർ മൊബൈൽ നെറ്റ്വർക്ക് റിസപ്ഷനിൽ ബുദ്ധിമുട്ടുണ്ടെന്നും ഏകദേശം 15% പേർ ജിയോ ഫൈബറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നിരാശരായ ഉപഭോക്താക്കൾ അവരുടെ ഫോണുകളിൽ നിന്ന് നോ സർവീസ് സന്ദേശങ്ങളും ശൂന്യമായ സിഗ്നൽ ബാറുകളും കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ പങ്കിടുന്നു. പലരും കമ്പനിയുടെ ഔദ്യോഗിക ഹാൻഡിൽ ടാഗ് ചെയ്ത് വിശദീകരണം ആവശ്യപ്പെടുന്നു. എന്നിരുന്നാലും ഇപ്പോൾ വരെ തകരാറിനെക്കുറിച്ചോ അതിന്റെ കാരണങ്ങളെക്കുറിച്ചോ റിലയൻസ് ജിയോ ഒരു ഔദ്യോഗിക പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല.